നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഫാദർ മാത്യു ജെ കുന്നത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന തൊടുപുഴ സേവിയേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് തലേനാട് ഹോമിൽ പഠനത്തിൽ മിടുക്കരായ പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി ആരംഭിക്കുന്നു. ഇതിനായി പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട രാജു തരണിയിൽ ടൗണിൽ വ്യാപാരികളെ കണ്ട് നന്ദി അറിയിച്ചു. പ്രകടനത്തോടു കൂടിയാണ് അദ്ദേഹം നന്ദി അറിയിക്കാൻ എത്തിയത്. തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുൻപിലെ ഓടയുടെ സുരക്ഷാ ഗ്രിൽ അപകടാവസ്ഥയിലായിട്ട് നാളുകളായെങ്കിലും അധികൃതരുടെ അലംഭാവം തുടരുന്നു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ 7 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന രാപകൽ സമരം ആരോഗ്യമന്ത്രിയുടെ ഉറപ്പിൽ അവസാനിച്ചതായി വിദ്യാർത്ഥികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റാങ്കുകളുടെ സുവർണശോഭയിൽ തൊടുപുഴ ന്യൂമാൻ കോളേജ്. കേന്ദ്ര ഏജൻസിയായ നാക്കിന്റെ പുനർപരിശോധനാ പ്രക്രിയയിൽ കേരളത്തിലെ ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയ ന്യൂമാൻ കോളേജ് MG യൂണിവേഴ്സിറ്റി ബിരുദ കോഴ്സുകളുടെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ 15 റാങ്കുകളാണ് കോളേജ് നേടിയത്. വാർത്തകൾ വിശദമായി. ഫാദർ മാത്യു ജെ കുന്നത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന തൊടുപുഴ സേവിയേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ തലേനാട് ഹോമിൽ പഠനത്തിൽ മിടുക്കരായ പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി ആരംഭിക്കുന്നു. ഇതിനായി പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. നിർധന കുടുംബത്തിലെ കുട്ടികളെ കൈപിടിച്ച് ഉയർത്തുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യമെന്നും അടുത്ത അധ്യയന വർഷം 60 കുട്ടികൾക്ക് പ്രവേശനം നൽകുമെന്നും മാനേജ്മെന്റ് ട്രസ്റ്റി ഫാദർ മാത്യു ജെ കുന്നത്ത്, ട്രസ്റ്റി സെക്രട്ടറി ഫാദർ ബിബിൻ പുല്ലാന്തിത്തോട്ടത്തിൽ, PRO തോമസ് പാലക്കുന്നേൽ, സോഷ്യൽ വർക്കർ ജോസ്ന ജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫാദർ മാത്യു ജെ കുന്നത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന തൊടുപുഴ സേവിയേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ തലേനാടുള്ള ഹോം പഠനത്തിൽ മിടുക്കരായ പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി ആരംഭിക്കുന്നു. ഇതിനായി പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളെ കൈപിടിച്ചുയർത്തുക എന്നതാണ് ലക്ഷ്യം. 1 മുതൽ 5 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് പ്രവേശനം. കുട്ടികളിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകൾ കണ്ടെത്തുവാനും പുറത്തു കൊണ്ടുവരുവാനും വികസിപ്പിക്കുവാനും കഴിവുള്ളവരുടെ ശിക്ഷണത്തിൽ പഠിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. ശാരീരികമായി ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികൾക്കും ഇവിടെ പ്രവേശനം നൽകും. 30 കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് നിലവിലുള്ളത്. അടുത്ത അധ്യയന വർഷം 60 കുട്ടികൾക്ക് പ്രവേശനം നൽകാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. റിട്ടയർ ചെയ്ത അവിവാഹിതരായ അധ്യാപികമാർക്ക് താമസ സൗകര്യം ഒരുക്കി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സഹായിക്കാനുള്ള പദ്ധതിയും ആലോചിക്കുന്നുണ്ട്. അതുവഴി കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനും കഴിയുമെന്നാണ് പ്രതീക്ഷ. ഒരു ചാപ്പൽ, കുട്ടികൾക്ക് ഉറങ്ങുന്നതിന് 2 ഹാൾ, ഒരു ലൈബ്രറി, ഒരു പഠന ഹാൾ, ഭക്ഷണ ഹാൾ, സിസ്റ്റേഴ്സിന് മുറികൾ, ഓഫീസ് മുറി, ഗസ്റ്റ് റൂംസ്, ഇൻഡോർ ഗെയിംസ് റൂം തുടങ്ങിയ സൗകര്യങ്ങളുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ജനങ്ങളുടെ സഹകരണത്തോടെ ഇതിനുള്ള തുക കണ്ടെത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും മാനേജ്മെന്റ് ട്രസ്റ്റി ഫാദർ മാത്യു ജെ കുന്നത്ത്, ട്രസ്റ്റി സെക്രട്ടറി ഫാദർ ബിബിൻ പുല്ലാന്തിത്തോട്ടത്തിൽ, PRO തോമസ് പാലക്കുന്നേൽ, സോഷ്യൽ വർക്കർ ജോസ്ന ജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എനിക്കുള്ളതെല്ലാം സേവിയേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ സൗജന്യ ഉച്ചഭക്ഷണം നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിൽ ഒരു 24 വയസ്സുള്ള ഒരു യുവതിയും 2 കൊച്ചു കുഞ്ഞുങ്ങളും ഇവിടെ വരികയുണ്ടായി. പിന്നീട് മനസ്സിലാക്കി 2 പ്രാവശ്യം ആ യുവതി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു പ്രാവശ്യം തൂങ്ങി, അടുത്ത് റബ്ബർ വെട്ടുകാരനുണ്ടായിരുന്നു. റബ്ബർ വെട്ടുകാരൻ കയറി വലിച്ചു. അങ്ങനെ രക്ഷപ്പെട്ടു. ഏതാനും ദിവസം ആശുപത്രിയിൽ കഴിച്ചു കൊടുത്തിരുന്നു. പിന്നീട് അവൾ തൃശ്ശൂരുള്ള ഒരു പുഴയിൽ ചാടി മരിക്കുവാൻ തീരുമാനിച്ചു. 2 കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് പാതിരാവിനൊക്കെ പോയി. പക്ഷേ വഴിയിൽ വെച്ച് സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് ഒരാൾ തിരികെ വരുന്നുണ്ടായിരുന്നു. അയാൾ രക്ഷിച്ചു. പിന്നീട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, അവളെയും കുഞ്ഞുങ്ങളെയും സ്വീകരിച്ചതോടുകൂടി ഇവിടെ സേവിയേഴ്സ് ഓർഫനേജിന്
തുടക്കം കിട്ടും. അങ്ങനെ സേവിയേഴ്സ് ഓർഫനേജ് ഫോർ വിമൻ എന്നുള്ള രീതിയിൽ ആരംഭിച്ചു. അതിനുശേഷം ഗർഭിണികൾ 2 പേര് വന്നു. ഒരാൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അവർ വന്നു. അങ്ങനെ വിപുലമായി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട രാജു തരണിയിൽ ടൗണിൽ വ്യാപാരികളെ കണ്ട് നന്ദി അറിയിച്ചു. പ്രകടനത്തോടു കൂടിയാണ് നന്ദി അറിയിക്കാൻ എത്തിയത്. അദ്ദേഹത്തെ അനുഗമിച്ച് അനേകം വ്യാപാരി സുഹൃത്തുക്കളും ഒപ്പമുണ്ടായിരുന്നു. വ്യാപാരികൾക്കും ഒരായിരം നന്ദിയുടെ വർഷത്തിനും കൂടെയുണ്ടാകുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ട് വിജയശ്രീ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന ഐതിഹാസികമായ ശ്രീ രാജു തരണിയിൽ വ്യാപാരികളെ നേരിൽ കണ്ട് നന്ദി അർപ്പിക്കുവാൻ ഇതുവഴി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട രാജു തരണിയിൽ ഇതാ ഈ വാഹനത്തിന് പിന്നിൽ ഇതുവഴി കടന്നു വരികയാണ്. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ്റെ 2024-26 വർഷത്തേക്കുള്ള പ്രസിഡന്റായി എന്നെ തിരഞ്ഞെടുത്തതിൽ മുഴുവൻ വ്യാപാരികളോടും നന്ദി പറയുകയാണ്. തൊടുപുഴയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബാലറ്റിലൂടെ അധികാരത്തിൽ വരുന്നത്. ഇതിന് എല്ലാ വ്യാപാരികളോടും ഞാൻ നന്ദി പറയുന്നു. ഈ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഈ സംഘടനയെ ശക്തമായ രീതിയിൽ നയിക്കാനും വ്യാപാര വ്യവസായികൾക്ക് ഉതകുന്ന വിധം ഇത് പല നേട്ടങ്ങൾ നേടിക്കൊടുക്കാനും പ്രാപ്തിയുള്ള നേതാവ് കൂടിയാണ് രാജു തരണിയിൽ. രാജു തരണിയുടെ ഭരണം വ്യാപാരി വ്യവസായികൾക്ക്, പ്രത്യേകിച്ച് ചെറുകിട വ്യാപാരികൾക്ക് എന്നും ഒരു അനുഗ്രഹവും ആവശ്യവുമായിരിക്കും. അതുകൊണ്ട് ഈ വ്യാപാരി വ്യവസായികളുടെ ആഗ്രഹം പ്രകാരം പുതിയ വന്ന രാജു തരണിലിന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുൻപിലെ ഓടയുടെ സുരക്ഷാ ഗ്രിൽ അപകടാവസ്ഥയിലായിട്ട് നാളുകളായെങ്കിലും അധികൃതരുടെ അലംഭാവം തുടരുന്നു. വിദ്യാർത്ഥികളും യാത്രക്കാരും അടക്കം നിരവധി പേരുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നത്തിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ വേണം എന്നാണ് പൊതുജന അഭിപ്രായം. തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുൻപിലെ ഓടയുടെ സുരക്ഷാ ഗ്രിൽ അപകടാവസ്ഥയിലായിട്ട് നാളുകളായെങ്കിലും അധികൃതരുടെ അലംഭാവം തുടരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കോട്ടയം സ്വദേശിനി യുവതിയുടെ കാൽ ഗ്രില്ലിനിടയിൽ കുടുങ്ങി അപകടമുണ്ടായത്. അന്ന് ഫയർഫോഴ്സ് എത്തി ഗ്രിൽ കട്ട് ചെയ്താണ് യുവതിയെ രക്ഷപ്പെടുത്തിയത്. കൂടാതെ ഗ്രില്ലിന് ചുറ്റുമുള്ള കോൺക്രീറ്റ് ഇളകി ഇവിടെ ഹോൾ രൂപപ്പെട്ട സ്ഥിതിയാണ്. വിദ്യാർത്ഥികളും യാത്രക്കാരും അടക്കം നിരവധി പേരുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നത്തിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പൊതുജനാഭിപ്രായം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൊബൈൽ ഫോൺ ആക്സസറീസ് രംഗത്ത് തൊടുപുഴയിൽ തരംഗം സൃഷ്ടിച്ച് ഇമ്പൾസ് മൊബൈൽസിന്റെ 1ാം വാർഷികവും വാച്ച് സ്റ്റോർ ഉദ്ഘാടനവും നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ജാഫർ ഇടുക്കി നിർവഹിച്ചു. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ, സിനിമാ താരം അമാന ശ്രീനി, വിദേശ ഡിജിറ്റൽ ക്രിയേറ്റർ ഗോഡ്വിൻ, മൊബൈൽ റീറ്റെയിൽ അസോസിയേഷൻ പ്രസിഡന്റ് ഷെരീഫ് സർഗം, ഇമ്പൾസ് മാനേജിംഗ് ഡയറക്ടർ മുനീർ KM തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മൊബൈൽ ഫോൺ ആക്സസറീസ് രംഗത്ത് തൊടുപുഴയിൽ തരംഗം സൃഷ്ടിച്ച ഇമ്പൾസ് മൊബൈൽസിന്റെ 1ാം വാർഷികവും വാച്ച് സ്റ്റോറിന്റെ ഉദ്ഘാടനവും നടന്നു. പ്രശസ്ത സിനിമാ താരം ജാഫർ ഇടുക്കി ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ നമുക്ക് എല്ലാ കടയിലും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ ചോദിക്കും എല്ലാ കടയിലും സാധനം വാങ്ങിക്കാൻ താൻ പൈസ തരുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു. അതല്ല അതിൻ്റെ രീതി. ഇത് നമ്മളൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട് ഒരു നന്മ തുളുമ്പുന്ന നാടാണ്. ഏതായാലും ഇവിടെയുള്ള എല്ലാ ആളുകളും കടയുമായി സഹകരിച്ച്, ഇവിടെയുള്ള എല്ലാ കടകളുമായിട്ട് സഹകരിച്ച്, അതോടൊപ്പം മുനീറിൻ്റെ കടയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. തൊടുപുഴയുള്ള എല്ലാ കോർപ്പറേറ്റുകളെയും കവച്ചു വെച്ചുകൊണ്ട് വളരെ വിലക്കുറവിൽ ഏറ്റവും നല്ല ഫോണുകൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമായി ചുരുങ്ങിയ കാലം കൊണ്ട് മാറി എന്നുള്ളതാണ് മുനീറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മുനീർ ഇടമുകൊണ്ടും സാമ്പത്തികമായിട്ട് എന്ത് സഹായം ചെയ്യുന്നതിലും
വളരെയധികം ശ്രദ്ധ വിളിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പുതിയ സംരംഭത്തിനും ഞങ്ങളുടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. To put money in my pocket, I did a lot of things I'm not proud of. Maybe God will, but I might not forgive myself. For you to see me now, so many people that I gotta pick up. Low band says like a good father. Shout out to Matthew, always got my back. Everybody that believe me, I love you to the moon and back. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തിറണിയിൽ, സിനിമാ താരം അമാന ശ്രീനി, വിദേശ ഡിജിറ്റൽ ക്രിയേറ്റർ ഗോഡ്വിൻ, മൊബൈൽ റീറ്റെയിൽ അസോസിയേഷൻ പ്രസിഡന്റ് ഷെരീഫ് സർഗം, ഇമ്പൾസ് മാനേജിംഗ് ഡയറക്ടർ മുനീർ KM തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വാച്ച് സ്റ്റോറിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസം പകുതി വിലയ്ക്ക് വാച്ചുകൾ നൽകി. അതോടൊപ്പം മൊബൈൽ ആക്സസറീസിന് 50% വരെ വിലക്കുറവും ഒരുക്കിയിരുന്നു. വാർഷികം പ്രമാണിച്ച് ഗീവ് അവേ വഴി ഏർപ്പെടുത്തിയ 2 സ്മാർട്ട് ഫോണുകളുടെ വിതരണം ജാഫർ ഇടുക്കി നിർവഹിച്ചു. കൂടാതെ ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഓരോ വാച്ചുകളും വിതരണം ചെയ്തു. ആദ്യ നറുക്കെടുപ്പ് യുവതാരം അമാന ശ്രീനി നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പീരുമേട് തോട്ടം മേഖലയിലെ തേയിലത്തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന ശോചനീയാവസ്ഥയിലുള്ള എസ്റ്റേറ്റ് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഇടപെടൽ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. വാഗമൺ, കോട്ടമല, ചീന്തലാർ, ഗ്ലെൻമേരി, പാമ്പനാർ, തങ്കമല തുടങ്ങിയ പ്രദേശങ്ങളിലെ എസ്റ്റേറ്റ് ലയങ്ങളാണ് ഏറ്റവും ശോചനീയാവസ്ഥയിലുള്ളത്. നടപടി ഉണ്ടാവാത്ത പക്ഷം കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് പരാതി നൽകുമെന്നും ഡോക്ടർ ഗിന്നസ് മാടസ്വാമി അറിയിച്ചു. വരുന്ന കാലവർഷത്തിൽ സംസ്ഥാനത്തുടനീളം കനത്ത മഴയുണ്ടാവുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. മഴ ശക്തമായാൽ പീരുമേട് തോട്ടം മേഖലയിലെ ശോചനീയാവസ്ഥയിലുള്ള എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമാകും. ഈ സാഹചര്യം കണക്കിലെടുത്തും കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് എസ്റ്റേറ്റിലെയും വാഗമൺ കോട്ടമലയിലെയും ലയമുറികൾ ഇടിഞ്ഞു വീണതോടും കൂടിയാണ് വാസയോഗ്യമല്ലാത്തതും ഏതു നിമിഷവും തകർന്നു വീഴാറായതുമായ എസ്റ്റേറ്റ് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഇടപെടൽ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകനും പീരുമേട് സ്വദേശിയുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചത്. കഴിഞ്ഞ 3-4 ബഡ്ജറ്റുകളിലായിട്ട് 10 കോടി രൂപ വീതം സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിരുന്നെങ്കിലും നാളിതുവരെ ഈ ലയങ്ങളൊന്നും നവീകരിക്കപ്പെട്ടിട്ടില്ല. അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ലയങ്ങളെല്ലാം നവീകരിച്ചുകൊണ്ട് കനത്ത മഴ പെയ്യാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലയങ്ങളെല്ലാം നവീകരിക്കേണ്ടതുണ്ട്.
എത്രയും വേഗം സർക്കാരും അതുപോലെ തന്നെ തൊഴിൽ വകുപ്പും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ്. വാഗമൺ, കോട്ടമല, ചീന്തലാർ, ഗ്ലെൻമേരി, പാമ്പനാർ, തങ്കമല തുടങ്ങിയ പ്രദേശങ്ങളിലെ എസ്റ്റേറ്റ് ലയങ്ങളാണ് ഏറ്റവും ശോചനീയാവസ്ഥയിലുള്ളത്. മഴ ശക്തമാവുന്നതോടെ ഇവിടുത്തെ ലയങ്ങളിലെ തൊഴിലാളികളുടെ ജീവിതം കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ ദുരിതപൂർണമാകും. കഴിഞ്ഞ 3 തവണ സംസ്ഥാന ബജറ്റുകളിലായി 10 കോടി രൂപ വീതം അനുവദിച്ചിരുന്നു. 1.5 വർഷം മുൻപ് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ 500 ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തിയാക്കിയതിലും തുടർ നടപടികൾ ഉണ്ടായിട്ടുമില്ല. ഇത്തരത്തിൽ വാഗ്ദാനങ്ങളിൽ തൊഴിലാളികളുടെ ജീവിതത്തെ നരകപൂർണമാക്കുന്ന അധികൃതരുടെ നടപടികൾ തുടരുകയും ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഇടപെടൽ ഉണ്ടാവാതിരിക്കുകയും ചെയ്താൽ കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്കും പരാതി നൽകുമെന്നും ഡോക്ടർ ഗിന്നസ് മാടസ്വാമി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർകുടിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. നാട്ടുകാർ ഭീതിയിൽ. ആനക്കൂട്ടം പിണവൂർ സർക്കാർ സ്കൂൾ വളപ്പിൽ കടന്ന് വാഴകൾ നശിപ്പിച്ചു. ഇതോടൊപ്പം സ്കൂളിന് സമീപം വീടുകളുടെ വളപ്പിലും ആനന്ദക്കുടി ഭാഗത്തും കൃഷി നശിപ്പിച്ചു. ഫെൻസിംഗ് നിർമ്മിച്ച് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പിണവൂർക്കുടിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് നാട്ടുകാരെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. മാമലക്കണ്ടം വനത്തിൽ നിന്നും കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവായിരുന്നെങ്കിലും കുറച്ചു കാലങ്ങളായി അത് നിലച്ചിരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം നാട്ടുകാരെ ഭീതിയിലാക്കി. രാത്രിയിലെത്തിയ 3 ആനകൾ പിണവൂർ സർക്കാർ സ്കൂൾ വളപ്പിൽ കടന്ന വാഴകൾ നശിപ്പിച്ചു. ഇതോടൊപ്പം സ്കൂളിന്റെ സമീപം വീടുകളുടെ വളപ്പിലും ആനന്ദക്കുടി ഭാഗത്തും കൃഷി നശിപ്പിച്ചു. വനമേഖലയ്ക്ക് അടുത്ത് വരുന്ന വനം വകുപ്പിന്റെ മട്ടിത്തോട്ടത്തിൽ തങ്ങുന്ന ആനക്കൂട്ടം വൈകുന്നേരത്തോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി നാശം വരുത്തുന്നു. പുലർച്ചെയാണ് ആനക്കൂട്ടം മടങ്ങുക. റോഡിൽ ആന സാന്നിധ്യം പതിവായതോടെ പിണവൂർക്കുടിയിൽ നിന്നും രാവിലെ വിവിധ ആവശ്യങ്ങൾക്ക് പുറത്തു പോകുന്നവർ ഭീതിയിലായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കാട്ടാന ഭീഷണിക്ക് പരിഹാരം കാണുവാൻ നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കുട്ടമ്പുഴ. ജോയിന്റ് കൗൺസിൽ കോതമംഗലം മേഖല സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MC ഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സാമ്പത്തികമായി വലിയ ദുരിതമനുഭവിക്കുന്ന ജീവനക്കാരുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ അടിയന്തരമായി അനുവദിക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോതമംഗലം മേഖലാ പ്രസിഡന്റ് VK ചിത്ര അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പരിഷ്കരിച്ച് നൽകാൻ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ കോതമംഗലം മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MC ഗംഗാധരൻ പറഞ്ഞു. 1973 അച്യുതമേനോൻ സർക്കാരാണ് ആദ്യമായി 5 ആണ്ട് ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകൾ 5 വർഷ തത്വം പാലിച്ച് ശമ്പളം പരിഷ്കരിച്ച് നൽകുന്നതാണ് പതിവ് രീതി. 2019 ജൂലൈ 1 നിയമിച്ച 11ാം ശമ്പള കമ്മീഷന്റെ കാലാവധി 2024 ജൂൺ 30 അവസാനിക്കുകയാണ്. 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ 12ാം ശമ്പള പരിഷ്കരണം നടത്തേണ്ടതാണ്. നാളിതുവരെയായി ശമ്പള കമ്മീഷനെ നിയമിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. 11ാം ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യ കുടിശ്ശിക 4 ഗഡുവായി അനുവദിച്ചിരുന്നത് ജീവനക്കാർക്ക് അനുഭവവേദ്യമായിട്ടില്ല. 19% ക്ഷാമബത്ത കുടിശ്ശികയാണ്. സാമ്പത്തികമായി വലിയ ദുരിതമനുഭവിക്കുന്ന ജീവനക്കാരുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ അടിയന്തരമായി അനുവദിക്കുന്നതിനും സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ന് കേരളത്തിൽ സിവിൽ സർവീസിൽ സംഘടനകളുണ്ടോ എന്ന നിഷ്പക്ഷക്കാരായ ജീവനക്കാരോട് നമ്മൾ ചോദിച്ചാൽ ഇവിടെ ജോയിന്റ് കൗൺസിൽ മാത്രമല്ലേ ഉള്ളൂ എന്ന മറുപടി പറയുന്ന തരത്തിലേക്ക് സംഘടനയുടെ നേതൃത്വം സംഘടനയെ നയിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്ന ആത്മാഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഈ സംഘടനകളെ പിന്നിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചു. കേരളത്തിലെ സിവിൽ സർവീസ് ശരിയൊന്നുമായിരുന്നില്ല. കേരളത്തിലെ സിവിൽ സർവീസിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായി. കേരളത്തിന്റെ സിവിൽ സർവീസിൽ മാത്രമല്ല, കേരളത്തിന്റെ പൊതു ബോധത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ദർശിച്ച ഒരു കാലയളവാണ് നമ്മൾ പിന്തുടർന്നു പോകുന്നത്. 1957 ഗവൺമെന്റ് കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ, ആ പദ്ധതികൾ എന്ന് പറയുന്നത് കേരളത്തിന് വളരേണ്ടതായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം മുന്നോട്ട് പോയത്. ആ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വികസനത്തെ കുറിച്ചാണ് ഗവൺമെന്റ് ആലോചിച്ചത്. കോതമംഗലം മേഖലാ പ്രസിഡന്റ് VK ചിത്ര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം PA രാജീവ് സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി അനിൽകുമാർ KN പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ ബിനീഷ് PN വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ,
ജില്ലാ പ്രസിഡന്റ് MA അനൂപ്, സെക്രട്ടറി ഹുസൈൻ പതുവന, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സുഭാഷ് VM, അരുൺകുമാർ G, സുരേന്ദ്ര TK, അബ്ദുൾ റസാഖ് VP, രജനി രാജ്, സൗമ്യ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. സജി പോൾ സ്വാഗതവും സുമേഷ് PG നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി MR അശോകൻ പ്രസിഡന്റ്, അനിൽകുമാർ KS, അബ്ദുൾ റസാഖ് VP വൈസ് പ്രസിഡന്റുമാർ, VK ചിത്ര സെക്രട്ടറി, ഉനൈസ്, സുബൈർ PJ ജോയിന്റ് സെക്രട്ടറിമാർ, രജനി രാജ് V ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടുക്കി മെഡിക്കൽ കോളേജിൽ 7 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന രാപകൽ സമരം ആരോഗ്യമന്ത്രിയുടെ ഉറപ്പിൽ അവസാനിച്ചതായി വിദ്യാർത്ഥികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡെർമറ്റോളജി വിഭാഗത്തിൽ അടിയന്തരമായി ഫാക്കൽറ്റികളെ നിയമിക്കാൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമായി വിദ്യാർത്ഥി പ്രതിനിധികൾ തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. 2ാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള ലാബിന്റെ പണി പൂർത്തീകരിച്ച് ഉടൻ പ്രവർത്തനം ആരംഭിക്കുക. ലെക്ചറർ ഹാളിന്റെയും പെൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെയും നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുക. അധ്യാപകരുടെയും ജീവനക്കാരുടെയും അപര്യാപ്തത പരിഹരിക്കുക. ക്യാമ്പസിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക. കോളേജിൽ 3 ഫേസ് വൈദ്യുതി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഇടുക്കി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചത്. കഴിഞ്ഞ 7 ദിവസമായി നടത്തി വന്നിരുന്ന രാപ്പകൽ സമരം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ഉറപ്പിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു. ഡെർമറ്റോളജി വിഭാഗത്തിൽ അടിയന്തരമായി ഫാക്കൽറ്റികളെ നിയമിക്കാൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ലെക്ചറർ ഹാളിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്നും 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ച് തുറന്നു നൽകുമെന്നും അറിയിച്ചു. 3 ഫേസ് കണക്ഷന് വേണ്ടി വൈദ്യുതി വകുപ്പിന് നൽകാനുള്ള മുഴുവൻ തുകയും അടിച്ചു തീർക്കും. കോളേജിലെ റോഡുകളുടെ നിർമ്മാണം കാലതാമസമില്ലാതെ പൂർത്തിയാക്കും. നിയമസഭാ സമ്മേളനത്തിന് ശേഷം കോളേജിൽ നേരിട്ട് വന്ന് നിർമ്മാണ പുരോഗതി വിലയിരുത്തുകയും മുഴുവൻ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമായി വിദ്യാർത്ഥി പ്രതിനിധികൾ തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. ചർച്ചയിൽ വിദ്യാർത്ഥികൾ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളിലും ഉചിതമായ നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. സമരം നമ്മൾ തുടങ്ങിയപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. 3 കാര്യങ്ങൾ നേടിയെടുക്കാനാണ് നമ്മൾ ഈ സമരം തുടങ്ങിയത്. ഒന്നാമത്തേത് 3 കാര്യങ്ങൾ മാത്രമല്ല മെഡിക്കൽ കോളേജിലുള്ളത്, 3 മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ലാബ് സൗകര്യമാണ്. രണ്ടാമത്തേത് ഹോസ്റ്റൽ സൗകര്യം. മൂന്നാമത്തേത് ലെക്ചർ ഹോള്. അപ്പോൾ ഈ 3 സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ സ്ട്രൈക്ക് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ മന്ത്രിയായിട്ടുള്ള ചർച്ചയിൽ ഈ 3 കാര്യങ്ങൾക്കും മന്ത്രി ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. 3 കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് മന്ത്രി ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ലാബിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ജൂൺ 24-നകം നമുക്ക് അത് നൽകാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ ലെക്ചർ ഹോളിൻ്റെ കാര്യമാണെങ്കിൽ 2 മാസത്തിനകം ലെക്ചർ ഹോളും, പിന്നെ ഹോസ്റ്റലിൻ്റെ കാര്യമാണെങ്കിൽ അതും 2 മാസത്തിനകം ചെയ്തു തരാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ സമരം പിൻവലിക്കുന്നത്. സമരം വിജയമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ആരോഗ്യ സർവകലാശാല ജനറൽ സെക്രട്ടറി ഹരികൃഷ്ണൻ, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ NB റോഷ്നി, ഭാരവാഹികളായ S സനന്ദ്, J ആനന്ദ്, സൂര്യദേവ്, അശ്വതി, ഹാജറ എന്നിവർ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. ഫ്രൂട്ട്സ് വാലി റിസർച്ച് സെന്റർ ഔട്ട്ലെറ്റ് കൂമ്പൻപാറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ദേവികുളം MLA A രാജ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഫ്രൂട്ട്സ് കൃഷി പരിപോഷിപ്പിച്ച് കാർഷിക മേഖലയിൽ ഉണർവേകുവാൻ കേരള സർക്കാർ വലിയ പ്രോത്സാഹനമാണ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്രൂട്ട്സ് വാലി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു പറയനിലം അധ്യക്ഷത വഹിച്ചു. വിദേശ രാജ്യങ്ങളിലെ ഏറ്റവും പ്രമുഖ ഹാസ് അവക്കാഡോ പഴത്തിന്റെ ഗ്രാഫ്റ്റ് തൈകളാണ് ഔട്ട്ലെറ്റിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. വെസ്റ്റേൺ ഗട്ട്സ് മലനിരകളിൽ അവക്കാഡോ, മംഗോസ്റ്റീൻ മുതലായ എക്സോട്ടിക് ഫ്രൂട്ട്സ് കൃഷിയിലൂടെ കർഷകർക്ക് വലിയ നേട്ടമുണ്ടാക്കുവാനുള്ള സാധ്യത പ്രയോജനപ്പെടുത്തണമെന്ന് ദേവികുളം MLA A രാജ. കേരളത്തിന്റെ മലയോര മേഖലയിൽ ഫ്രൂട്ട്സ് കൃഷിയിലൂടെ കൃഷി ആദായകരമാക്കുവാൻ ആരംഭം കുറിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ശാസ്ത്ര വിഭാഗത്തിന്റെ സഹകരണത്തോടെ ആരംഭിച്ചിട്ടുള്ള അവക്കാഡോ ഇന്റർനാഷണൽ റിസർച്ച് സെന്ററിന്റെ നഴ്സറി ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഫ്രൂട്ട്സ് കൃഷി പരിപോഷിപ്പിച്ച് കാർഷിക മേഖലയിൽ ഉണർവേകുവാൻ കേരള സർക്കാർ വലിയ പ്രോത്സാഹനമാണ് നൽകുന്നതെന്നും MLA പറഞ്ഞു. അവക്കാഡോ, മംഗോസ്റ്റീൻ, ഫാഷൻ ഫ്രൂട്ട്സ്, ദുരിയാൻ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ വലിയ അളവിൽ കർഷകർ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ വിദേശ മാർക്കറ്റുകളിൽ എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഫ്രൂട്ട്സ് വാലി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു പറയനിലം പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലെ ഏറ്റവും പ്രമുഖ ഹാസ് അവക്കാഡോ പഴത്തിന്റെ ഗ്രാഫ്റ്റ് തൈകളാണ് ഔട്ട്ലെറ്റിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ, പഞ്ചായത്ത് മെമ്പർമാരായ അനിത സിദ്ധാർത്ഥൻ, എബിൻ KK, TR ബിജി,
ഫ്രൂട്ട്സ് വാലി ഡയറക്ടർമാരായ ജോസി കൊച്ചുകുടി, രഞ്ജിത്ത് ജോസഫ്, മാനേജർ സജീവ് വടക്കൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കൂമ്പൻപാറ. +2 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ മികച്ച നിലവാരത്തിൽ ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനമാണ് മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ്. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോളേജിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള വിവിധ ഡിഗ്രി, PG കോഴ്സുകളിൽ അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഉയർന്ന നിലവാരത്തിലുള്ള പഠന സൗകര്യവും ശാന്തസുന്ദരവുമായ അന്തരീക്ഷവും സെന്റ് ജോസഫ് കോളേജ് ഉറപ്പു നൽകുന്നു. +2 പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് മികച്ച നിലവാരത്തിൽ ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനമാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തിൽ CMI ഫാദേഴ്സിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ്. പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള വിവിധ ഡിഗ്രി, PG കോഴ്സുകളിൽ അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഉയർന്ന നിലവാരത്തിലുള്ള പഠന സൗകര്യവും ശാന്തസുന്ദരമായ അന്തരീക്ഷവും സെന്റ് ജോസഫ് കോളേജ് ഉറപ്പു നൽകുന്നു. വിശാലമായ പ്ലേ ഗ്രൗണ്ട്, കമ്പ്യൂട്ടർ ലാബ്, ആധുനിക സംവിധാനങ്ങളുള്ള തിയേറ്റർ തുടങ്ങിയവ കോളേജിന്റെ പ്രത്യേകതകളാണ്. സൈക്കോളജി, BCA, ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ, കൊമേഴ്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, ഫിറ്റ്നസ് മാനേജ്മെന്റ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ വർക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങി ജോലി സാധ്യതയുള്ള നിരവധി വിഷയങ്ങളിൽ ഡിഗ്രി, PG കോഴ്സുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. റാങ്കുകളുടെ സുവർണശോഭയിൽ തൊടുപുഴ ന്യൂമാൻ കോളേജ്. കേന്ദ്ര ഏജൻസിയായ നാക്കിന്റെ പുനർപരിശോധനാ പ്രക്രിയയിൽ കേരളത്തിലെ ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയ ന്യൂമാൻ കോളേജ് MG യൂണിവേഴ്സിറ്റി ബിരുദ കോഴ്സുകളുടെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ 15 റാങ്കുകളാണ് കോളേജ് നേടിയത്. കോളേജിന്റെ അഭിമാനം ഉയർത്തിയ വിദ്യാർത്ഥികളെ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലക്കണ്ടത്തിൽ, കോർപ്പറേറ്റ് ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി റവറൻഡ് ഡോക്ടർ പോൾ പാർത്താഴം, പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിജിമോൾ തോമസ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രഹാം, ബർസാർ ഫാദർ ബെൻസൺ ആന്റണി എന്നിവർ അഭിനന്ദിച്ചു. കേന്ദ്ര ഏജൻസിയായ നാക്കിന്റെ പുനഃപരിശോധനാ പ്രക്രിയയിൽ കേരളത്തിലെ ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയ തൊടുപുഴ ന്യൂമാൻ കോളേജിന് തിലകക്കുറിയായി യൂണിവേഴ്സിറ്റി റാങ്കുകൾ കൂടി. MG യൂണിവേഴ്സിറ്റി ബിരുദ കോഴ്സുകളുടെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ 15 റാങ്കുകളാണ് കോളേജ് നേടിയത്. അക്കാദമിക നിലവാരത്തിന് നാക് ടീം നൽകിയ മികച്ച വിലയിരുത്തലിന് അടിവരയിടുന്നതായി യൂണിവേഴ്സിറ്റി റാങ്കുകൾ. കോളേജിന്റെ അഭിമാനം ഉയർത്തിയ വിദ്യാർത്ഥികളെ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലക്കണ്ടത്തിൽ, കോർപ്പറേറ്റ് ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി റവറൻഡ് ഡോക്ടർ പോൾ പാറത്താഴം, പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിജിമോൾ തോമസ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രഹാം, ബർസാർ ഫാദർ ബെൻസൺ N. ആന്റണി എന്നിവർ അഭിനന്ദിച്ചു. നാക് അക്രഡിറ്റേഷനിൽ ഉയർന്ന ഗ്രേഡ് നേടിയ ന്യൂമാൻ കലാലയത്തിനെ സംബന്ധിച്ച് വീണ്ടും അഭിമാനാർഹമായിട്ടുള്ള ദിവസങ്ങളാണിതൊക്കെ. MG യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ഫലം അറിഞ്ഞപ്പോൾ ന്യൂമാൻ കലാലയത്തിലെ 15 വിദ്യാർത്ഥികൾ വിവിധ സബ്ജക്റ്റുകളിൽ നിന്ന് റാങ്ക് നേടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആര്യ നേടിയ 1ാം റാങ്കാണ്. വളരെ പ്രതികൂല സാഹചര്യത്തിലൂടെ വളർന്നു വന്ന കഠിന പ്രയത്നത്തിലൂടെ ഈ റാങ്ക് കരസ്ഥമാക്കിയ ആര്യ, അതുപോലെ ന്യൂമാൻ കോളേജിലെ പുതിയ ഡിപ്പാർട്ട്മെൻറ്റായ സൈക്കോളജിയിൽ നേടിയെടുത്ത റാങ്കുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, ഹിസ്റ്ററി, മലയാളം തുടങ്ങി നിരവധി സബ്ജക്റ്റിലൂടെ കുട്ടികൾ കരസ്ഥമാക്കിയ ഈ റാങ്ക് ന്യൂമാൻ കലാലയത്തിന് ഏറെ അഭിമാനാർഹമാണ്. കാരണം അധ്യാപകരുടെ, വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും അതുപോലെ പേരൻസിൻ്റെ പ്രോത്സാഹനവുമാണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ. നിരന്തരമായിട്ടുള്ള പഠന പ്രക്രിയകളിലൂടെ കടന്നുപോയ ഈ കുട്ടികൾ കലാലയത്തിന് അഭിമാനമായി. കോളേജ് മാനേജർ, അതുപോലെ പ്രിൻസിപ്പൽ തലത്തിൽ വൈസ് പ്രിൻസിപ്പൽ, ബർസാർ തുടങ്ങിയവർ കുട്ടികളെ അഭിനന്ദിക്കുകയും അവർക്ക് വേണ്ട ഡിപ്പാർട്ട്മെൻറ്റുകളെ അഭിനന്ദിക്കുകയും വേണ്ട എല്ലാവിധ പ്രോത്സാഹനവും നൽകി ഭാവിയിലും ധാരാളം പ്രതിഭകൾ ഈ കലാലയത്തിൽ നിന്ന് ഉയരട്ടെ എന്ന് ആശംസിക്കുകയും അതിനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ സജ്ജമാവണമെന്ന് മാനേജ്മെൻറ്റ് ആവശ്യപ്പെടുകയും ചെയ്തു. ആര്യ PK, അമീന KS, നന്ദന രാജേഷ്, സജന സലീം, അസ്ന നവാസ്, പ്രണവ് S. നാരായണൻ, അനഘ ഉണ്ണി, ഗൗരിലക്ഷ്മി മനോജ്, സ്റ്റെഫി ജോസ്, ആഷ്ലിൻ റോജൻ, ആദിത്യൻ KS, സേതുലക്ഷ്മി KD, അർജുൻ സന്തോഷ്, അനഘ വാസു എന്നിവരാണ് റാങ്കുകൾ നേടിയത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ നേരിട്ട് ഇടപെടുക എന്ന ലക്ഷ്യത്തിലാണ് CPM ലോക്കൽ കമ്മിറ്റികൾ ഭൂരഹിതരായവർക്ക് വീട് വെച്ച് നൽകുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. തങ്കമണി ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ച്
കാമാക്ഷി കൂട്ടക്കലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്നേഹവീടിന്റെ താക്കോൽദാന ചടങ്ങിന് മുന്നോടിയായി കേക്ക് മുറിച്ചാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി പേരും സംബന്ധിച്ചു. CPM തങ്കമണി ലോക്കൽ കമ്മിറ്റി കൂട്ടക്കല്ല് ബ്രാഞ്ചിൽ ഉദികുന്നേൽ അമ്മിണി എന്ന വിധവയും നിർധനയുമായ വീട്ടമ്മയ്ക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ജനുവരി 12-ന് ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തികൾ 4.5 മാസങ്ങൾ കൊണ്ടാണ് പൂർത്തീകരിച്ചത്. ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് താക്കോൽദാനം നിർവഹിച്ചു. കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ നേരിട്ട് ഇടപെടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പാർട്ടിയുടെ തൃശ്ശൂർ സംസ്ഥാന സമ്മേളനമാണ് ഒരു ലോക്കൽ കമ്മിറ്റി ഭൂരഹിതരായിട്ടുള്ള ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചു. ഇത്ര ഒരു തീരുമാനമെടുക്കാൻ കാര്യം കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പിണറായിയുടെ ഗവൺമെൻറ് 5 വർഷക്കാലം കൊണ്ട് കേരളത്തെ ഭൂരഹിത ഭവനരഹിത സംസ്ഥാനമാക്കി മാറ്റുക, അതിനെല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് നിലപാടെടുത്തത്. പ്രത്യേകിച്ച് 2018 പ്രളയത്തിന് ശേഷം നമ്മുടെ ആ ലക്ഷ്യത്തേക്കാൾ കുറേ കൂടെ മുന്നോട്ട് പോകേണ്ടതായി വന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം സംഘടിപ്പിച്ചത് ഇടുക്കി ഏരിയ കമ്മിറ്റിയാണ്. ഒരു ലോക്കൽ കമ്മിറ്റിയിൽ ഒരു വീടെന്നുള്ളത് മറികടന്ന് ഏതാണ്ട് ഇതുകൂടെ എത്തുമ്പോൾ ഏതാണ്ട് 20ഓളം വരുന്ന വീടുകൾ നിർമ്മിക്കാൻ കഴിയും. ഇത്ര സാമൂഹിക ജീവിതത്തിൽ ഇടപെടാൻ CPM പാർട്ടിക്ക് കഴിയുന്നത് ജനങ്ങളിലുള്ള വിശ്വാസമാണ്. ജനങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് അതിനാവശ്യമായ പണം സമാഹരിക്കുവാനും ആ പണസമാഹരണത്തിനോടുകൂടി ഇത് കണ്ടെത്താൻ വേണ്ടി ഇറങ്ങാൻ തയ്യാറായാൽ കേരളീയ മനസ്സ് എല്ലാ വിഭാഗത്തെയും സഹായിക്കുമെന്നുള്ളതിന് ഉദാഹരണമുണ്ട്. കേരളത്തിലെ സാമൂഹിക ജീവിതത്തിൽ നേരിട്ട് ഇടപെടുക എന്ന ലക്ഷ്യത്തിലാണ് CPM ലോക്കൽ കമ്മിറ്റികൾ ഭൂരഹിതരായവർക്ക് വീട് വെച്ച് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്നേഹവീടിന്റെ താക്കോൽദാന ചടങ്ങിന് മുന്നോടിയായി കേക്ക് മുറിച്ചാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ, ഇടുക്കി ഏരിയ സെക്രട്ടറി PV സബീഷ്, കാമാക്ഷി പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ വിജേഷ്, ലോക്കൽ സെക്രട്ടറി MV ജോർജ്, കൂട്ടക്കല്ല് ബ്രാഞ്ച് സെക്രട്ടറി ദിജോ സെബാസ്റ്റ്യൻ, പ്രദേശവാസികൾ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാമാക്ഷി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫാദർ മാത്യു ജെ കുന്നത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന തൊടുപുഴ സേവിയേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് തലേനാട് ഹോമിൽ പഠനത്തിൽ മിടുക്കരായ പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി ആരംഭിക്കുന്നു. ഇതിനായി പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട രാജു തരണിയിൽ ടൗണിൽ വ്യാപാരികളെ കണ്ട് നന്ദി അറിയിച്ചു. പ്രകടനത്തോടു കൂടിയാണ് അദ്ദേഹം നന്ദി അറിയിക്കാൻ എത്തിയത്. തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുൻപിലെ ഓടയുടെ സുരക്ഷാ ഗ്രിൽ അപകടാവസ്ഥയിലായിട്ട് നാളുകളായെങ്കിലും അധികൃതരുടെ അലംഭാവം തുടരുന്നു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ 7 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന രാപകൽ സമരം ആരോഗ്യമന്ത്രിയുടെ ഉറപ്പിൽ അവസാനിച്ചതായി വിദ്യാർത്ഥികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റാങ്കുകളുടെ സുവർണശോഭയിൽ തൊടുപുഴ ന്യൂമാൻ കോളേജ്. കേന്ദ്ര ഏജൻസിയായ നാക്കിന്റെ പുനർപരിശോധനാ പ്രക്രിയയിൽ കേരളത്തിലെ ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയ ന്യൂമാൻ കോളേജ് MG യൂണിവേഴ്സിറ്റി ബിരുദ കോഴ്സുകളുടെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ 15 റാങ്കുകളാണ് കോളേജ് നേടിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.